UDF-മായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂടിക്കാഴ്ച തെറ്റാണെന്നും അനുനയത്തിന് ജൂനിയർ MLA ചുമതലപ്പെടുത്തുമോ എന്നും VD സതീശൻ ചോദിച്ചു. മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലുള്ള കൂടിക്കാഴ്ച ഗതികേടെന്നാണ് LDF-ന്റെ പരിഹാസം. UDF-ലേക്ക് ഞാനില്ല. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ലെന്നായിരുന്നു ഇന്നലെ രാവിലെ PV അൻവറിന്റെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ വീട്ടിലെത്തി കണ്ടതാണ് രാഷ്ട്രീയ വിവാദമായി മാറിയത്. അൻവറുമായുള്ള ചർച്ചയുടെ വാതിൽ അടഞ്ഞെന്ന് UDF നേതാക്കൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ചയിൽ നേതാക്കൾക്ക് എതിർപ്പുണ്ട്. കൂടിക്കാഴ്ച തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസോ UDF-ഓ രാഹുലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ട്രാക്ക് മാറരുതെന്ന് പറയാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ആദ്യം ന്യായീകരിച്ച രാഹുൽ നേതാക്കളുടെ എതിർപ്പിന് പിന്നാലെ നിലപാട് മാറ്റി. ശ്രീ പിണറായി വിജയൻ പിതൃസ്ഥാനീയനാണെന്ന് പറയുകയും ചെയ്തിടത്തുനിന്ന് പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. ആ മൊമെന്റ് തൊട്ട് അയാൾ പറയുന്ന ആ കാര്യത്തോട് യോജിച്ചു. പിണറായിസത്തിനെതിരായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കാൻ കഴിയുക UDF-നാണ്. ആ UDF-നെ നിങ്ങൾ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. മത്സരിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കിയതിന് പിന്നാലെ രാത്രി നടത്തിയ കൂടിക്കാഴ്ച കാലുപിടിക്കാനാണെന്ന് LDF പരിഹാസം. UDF-ന്റെ ഗതികേടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. കാലുപിടിക്കുന്നു എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. UDF-ന് സംഭവിച്ച അനിവാര്യമായ ഒരു അപകടമാണ്. ഇന്നലെ രാത്രി PV അൻവറിന്റെ വീട്ടിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ടീം 24 നിലമ്പൂർ.